സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ ചങ്കുറപ്പോടുകൂടി പങ്കുവെച്ച അബു അരീക്കോട് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഇന്ന് നമ്മുടെ കൂടെയില്ല. അബു അരീക്കോട് മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് ഞാനും നിങ്ങളും ഒക്കെ കേട്ടത്. തൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഉച്ചത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും അബു അരീക്കോട് പങ്കുവച്ചിരുന്നു. ഇന്നത്തെ യുവതലമുറക്ക് നഷ്ടമായ പലതും അബു അരീക്കോട് കാണിച്ചിരുന്നു. തൻ്റെ അഭിപ്രായങ്ങൾ ചെറിയ പ്രായത്തിലെ ജനങ്ങളോട്, അത് രാഷ്ട്രീയമായിക്കോട്ടെ മറ്റു വിഷയങ്ങളായിക്കോട്ടെ ഏതുമായിക്കോട്ടെ, അത് ചർച്ച ചെയ്യാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും അബു അരീക്കോട് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ്. അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇന്ന് അബു അരീക്കോട് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട് അബു അരീക്കോടിന്റെ മരണത്തിന്റെ പിന്നിലുള്ള കാരണം. വളരെ ധീരമായി സംസാരിക്കുന്ന, തൻ്റെ ഇടത്തോടെ ചങ്കുറപ്പോടെ പലർക്കും ആത്മവിശ്വാസം നൽകുന്ന രൂപത്തിൽ സംസാരിക്കുന്ന, തൻ്റെ അഭിപ്രായങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി അടിയറവ് പറയാതെ അചഞ്ചലമായ നിലപാടുകളുമായി, അബുവിന്റെ നിലപാടുകളുമായി സൈബർ ഇടങ്ങളിൽ അബു ഉള്ളപ്പോ, അബുവിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുള്ളപ്പോ, അല്ലെങ്കിൽ അബുവിന്റെ മുഖം, അബുവിന്റെ ആ ഒരു വല്ലാത്ത ഒരു ചോരത്തളുപ്പിന്റെ ആ ഒരു സംസാരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മകളായിട്ട് വരുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അബു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ആ ഒരു വിശ്വാസമില്ലായ്മ തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രയാസത്തിൽ അബു പെട്ടുപോയോ? ഏതെങ്കിലും ആരുടെയെങ്കിലും ഗൂഢാലോചനയിൽ പെട്ടുപോയോ? ഒരിക്കൽ പോലും കരകയറാൻ പറ്റാത്ത രൂപത്തിലേക്ക്, ആയങ്ങളിലേക്ക് അബു ചെന്നുപെട്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അബുവിനെ അലട്ടിയിരുന്നു? നമുക്കറിയണം ഒരുപാട് വിഷയങ്ങൾ, അത് ചാരിറ്റി മേഖലയുമായി ബന്ധപ്പെട്ടായാലും ശരി, ആത്മീയ മേഖലയായാലും ശരി, ഏതൊക്കെ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിലായാലും അബുവിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. ആ ഏതൊക്കെ തരത്തിലേക്കുള്ള കാര്യങ്ങളിലും അബുവിൻ്റെതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അബു ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും നമുക്കറിയാലോ, ഒരുപാട് പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെയൊക്കെ തകർക്കാൻ ഉപയോഗിക്കുന്ന മേഖലയാണ് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത്. പണം വാങ്ങി അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസ് നടത്തി ആളുകളെ തകർക്കാനൊക്കെ ചില ആളുകളൊക്കെ രംഗത്തിറങ്ങി അവരവരുടെ ഉപജീവന മാർഗമായിട്ട് ബ്ലാക്ക് മെയിൽ സംവിധാനം കൊണ്ടുവരുമ്പോൾ അത്തരം ഏതെങ്കിലും കെണിയിൽ അബു പെട്ടുപോയോ എന്ന് എനിക്കറിയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ചങ്കൂറ്റത്തോടു കൂടി സംസാരിക്കാനും സ്ഥലങ്ങളിൽ പോവാനും ഒക്കെ ചില സമയങ്ങളിലൊക്കെ അബു ധൈര്യം കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അബു ഏതെങ്കിലും തരത്തിൽ പങ്ക് കൊണ്ടിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടോടുകൂടി അബു പോയ അബുവിന്റെ ഈ ഒരു മരണം നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നമുക്ക് അബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. പൊതുസമൂഹത്തിന് അറിയാനുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ മരണപ്പെട്ടു? കാരണം അവന്റെ ഓർമ്മകൾ, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. പലതരത്തിലുള്ള വോയിസുകളും അല്ലെങ്കിൽ റെക്കോർഡുകളും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ സംശയത്തിന് ഇടം നിരത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. കേരള പോലീസും ഗവൺമെന്റും അതിശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അബുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള വല്ലാത്ത തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അബുവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്.